ഇതേ വീഡിയോയിലേക്ക് എല്ലാവർക്കും സ്വാഗതം. ഇന്ന് നമ്മൾ ചെയ്യുന്നത് ക്ലാസ് 7 ചാപ്റ്റർ 3 പേജ് നമ്പർ 78 ഫിഗർ ഇറ്റ് ഔട്ടിൻ്റെ 3rd ക്വസ്റ്റ്യൻ മുതലാണ്. അപ്പോൾ നമ്മുടെ ക്വസ്റ്റ്യൻ എന്താണെന്ന് നോക്കാം. വാട്ട് ഡെസിമൽ നമ്പർ ഡസ് ഈച്ച് ലെറ്റർ റെപ്രസെൻറ്റ് ഇൻ ദ നമ്പർ ലൈൻ ബിലോ? നമുക്ക് ഈ താഴെ തന്നിരിക്കുന്ന നമ്പർ ലൈനിൽ ഓരോ ലെറ്ററും റെപ്രസെൻറ്റ് ചെയ്യുന്ന ഡെസിമൽ നമ്പർ എന്താണ് എന്ന് പറയണം. അപ്പോൾ ഇവിടെ നമുക്ക് തന്നിട്ടുള്ള മാർക്കിങ്സ് നോക്കിയേ. 6.4, 6.5, 6.6 ഇങ്ങനെയാണ് നമുക്ക് തന്നിട്ടുള്ളത്. അതായത് 6.4 തൊട്ട് 6.5 വരെ 1/10 ഡിഫറൻസ് ആണ് അല്ലേ. അതായത് 0.1 ഡിഫറൻസ് ആണുള്ളത്. 0.1 എന്ന് പറയുന്നത് എന്താണ്? 1/10 അല്ലെങ്കിൽ 1/10 0.1 എന്ന് പറയുന്നത്. അതായത് 6 തൊട്ട് 7 വരെയുള്ള യൂണിറ്റിനെ 10 ഈക്വൽ പാർട്സ് ആയിട്ട് ഡിവൈഡ് ചെയ്തിട്ട് അതിലുള്ള 3 പാർട്ടുകളാണ് എന്താ? 6.4, 6.5, 6.6 എന്ന് പറയുന്നത്. അതിലെ ഒരു 1/10 വീണ്ടും ഇവിടെ 4 ഈക്വൽ പാർട്ടായിട്ട് ഡിവൈഡ് ചെയ്തിട്ടുള്ളത് അല്ലേ. അപ്പോൾ ഈ 1/10 വീണ്ടും 4 ഈക്വൽ പാർട്സ് ആയിട്ട് എന്ത് ചെയ്തിരിക്കുകയാണ്? ഡിവൈഡ് ചെയ്തിരിക്കുകയാണ്. അപ്പോൾ 1/10 വീണ്ടും 4 ഈക്വൽ പാർട്ടായിട്ട് ഡിവൈഡ് ചെയ്യുമ്പോൾ ഇത് എന്തായിട്ട് മാറും? 1/10 4 ഈക്വൽ പാർട്ടായിട്ട് ഡിവൈഡ് ചെയ്താൽ 1/40 എന്നാകും അല്ലേ. അതായത് ഇതെങ്ങനെയാണ് വരുന്നത്? 1/10 ഈ ഡിവിഷൻ മൾട്ടിപ്ലിക്കേഷൻ ആവും 4ൻ്റെ റെസിപ്രോക്കൽ, ദാറ്റ് ഈസ് 1/4. അങ്ങനെയാണ് നമുക്ക് 1/40 എന്ന് കിട്ടുന്നത്. 1/10 വീണ്ടും 4 ഈക്വൽ പാർട്ടായിട്ട് ഡിവൈഡ് ചെയ്തിരിക്കുന്നു. അപ്പോൾ ഇതിലെ ഓരോ പാർട്ടുകളും എന്തായിട്ട് വരും? 1/40 ആയിട്ട് വരും. 1/40 എന്ന് പറയുന്നത് എന്താണ്? 1നെ 40 കൊണ്ട് ഡിവിഷൻ ചെയ്താൽ എന്ത് കിട്ടും? 1നെ 40 കൊണ്ട് ചെയ്യാൻ പറ്റില്ല. അപ്പോൾ നമ്മൾ എന്ത് ചെയ്യും? ഇവിടെ പോയിൻ്റ് ഇട്ടിട്ട് ഇവിടെ ഒരു 0 ഇട്ട് കൊടുക്കും. അപ്പോഴും നമുക്ക് ചെയ്യാൻ പറ്റില്ല, 10ൽ പറ്റില്ല അല്ലേ. അപ്പോൾ നമ്മൾ എന്ത് ചെയ്യും? കോഷ്യൻറ്റിൽ ഒരു 0 ഇട്ട് കൊടുക്കും, ഇവിടെയും ഒരു 0 ഇട്ട് കൊടുക്കും. ഇപ്പോൾ 40 × 2 80 എന്ന് കിട്ടും. 100 - 80 ഈസ് 20. വീണ്ടും നമ്മൾ 0 ഇട്ട് കൊടുക്കുന്നു. അപ്പോൾ 200 ആയി. 40 × 5 ഈസ് 200. അപ്പോൾ നമുക്ക് എന്താ കിട്ടിയത്? 0.025 എന്ന് കിട്ടി. അപ്പോൾ ഈ 6.4ൻ്റെ കൂടെ 0.025 ആഡ് ചെയ്താൽ എന്ത് കിട്ടും? 6.4 + 0.025 5 2 4 6 6.425 എന്ന് കിട്ടി. അപ്പോൾ ഇതെന്ത് വരും? 6.425. ഇതിൻ്റെ കൂടെ വീണ്ടും എന്താഡ് ചെയ്യണം? 0.025 ആഡ് ചെയ്യണം. അപ്പോൾ ഇതിൻ്റെ കൂടെ വീണ്ടും 0.025 ആഡ് ചെയ്യണം. അപ്പോൾ 0 ഇവിടെ 1 ആയി. 2 + 2 4 + 1 5 4 6 6.450. അപ്പോൾ എ എന്ത് വരും? എ എന്ന് പറയുന്നത് 6.450 വരും. ഇതിൻ്റെ കൂടെ വീണ്ടും ഇവിടെ 0.025 ആഡ് ചെയ്യുന്നു. അപ്പോൾ എന്ത് വരും? 0.025 ആഡ് ചെയ്താൽ 5 7 4 ഉണ്ട്. 6.475 ആണ് ഈ പോയിൻ്റ് വരിക. 6.475. അടുത്തത് 6.5. അതിൻ്റെ 6.5ൻ്റെ കൂടെ വീണ്ടും 0.025 ആഡ് ചെയ്താൽ ഇവിടെ എന്ത് വരും? 6.525 എന്ന് വരും. അപ്പോൾ സി എന്താ വന്നത്? സി ഈസ് 6.525. എ ഈസ് 6.450. അപ്പോൾ ബി എന്തായിരിക്കും? ബി കിട്ടണമെങ്കിൽ വീണ്ടും ഇതിൻ്റെ കൂടെ 0.025 ആഡ് ചെയ്യണം. അപ്പോൾ 6.525ൻ്റെ കൂടെ 0.025 ആഡ് ചെയ്താൽ 10 2 + 2 4 + 1 5 5 6 എന്ത് കിട്ടി? 6.550 എന്ന് കിട്ടി. അപ്പോൾ ബി നമുക്ക് 6.550, അതിനെ നമുക്ക് 6.55 എന്ന് എഴുതിയാലും കുഴപ്പമില്ല കേട്ടോ. അപ്പോൾ നിങ്ങൾ 3 പോയിൻറ്റുകളാണ്, 3 ലെറ്റേഴ്സിൻ്റെ ഡെസിമൽ നമ്പറാണ് കണ്ടുപിടിക്കാൻ പറഞ്ഞത്. എയും സിയും ബിയും രണ്ടും നമുക്ക് കിട്ടി. അപ്പോൾ നിങ്ങൾ ചെയ്യുമ്പോൾ ശ്രദ്ധിക്കേണ്ട ഒരു കാര്യം, ഇവിടെ നമുക്ക് തന്നിരിക്കുന്ന യൂണിറ്റുകൾ നോക്കുക. ഇവിടെ നമുക്ക് 0.4 0.5 അങ്ങനെയാണ്. അതായത് ഇത് തമ്മിൽ 0.1ൻ്റെ ഡിഫറൻസ് ആണുള്ളത്. ആ 0.1നെയാണ് 4 ഈക്വൽ പാർട്സ് ആയിട്ട് ഡിവൈഡ് ചെയ്തിട്ടുള്ളത്. അപ്പോൾ 0.1 എന്ന് പറയുന്നത് എന്താ? 1/10 ആണ്. 1/10നെ വീണ്ടും 4 ഈക്വൽ പാർട്സ് ആയിട്ട് ഡിവൈഡ് ചെയ്തിരിക്കുകയാണ്. അപ്പോൾ ഇതിൽ ഓരോ പാർട്ടും എന്തായിട്ട് വരും? 1/40 വെച്ച് വരും.
1/40 എന്ന് പറയുന്നത് 0.025 ആണ്. അപ്പോൾ നമ്മൾ 6.4ൻ്റെ കൂടെ ഈ 0.025 ആഡ് ചെയ്ത് ഓരോ പാർട്ടിലും എഴുതും. അങ്ങനെയാണ് നമുക്കിവിടെ കിട്ടിയത് കേട്ടോ. അപ്പോൾ നിങ്ങൾ എങ്ങനെയാണ് ഇതിനെ ഡിവിഷൻ ചെയ്തിരിക്കുന്നതെന്നുള്ളതൊന്ന് ശ്രദ്ധിച്ച് നോക്കിയിട്ട് ചെയ്യുക. ഓക്കെ. ഇനി അടുത്തത് 4th ക്വസ്റ്റ്യൻ. അറേഞ്ച് ദ ഫോളോയിങ് ക്വാണ്ടിറ്റീസ് ഇൻ ഡിസെൻഡിങ് ഓർഡർ. ഈ തന്നിരിക്കുന്നതിനെ ഡിസെൻഡിങ് ഓർഡറിൽ എഴുതാനാണ് നമ്മളോട് പറഞ്ഞിട്ടുള്ളത്. അപ്പോൾ ഫസ്റ്റ് വൺ നമുക്ക് എങ്ങനെ എഴുതാം? അപ്പോൾ ഡിസെൻഡിങ് ഓർഡറിൽ എഴുതുമ്പോൾ നിങ്ങൾ നമ്പേഴ്സിനെ താഴോട്ടൊന്ന് എഴുതുക കേട്ടോ. 1.01, അടുത്തത് 1.011, അതായത് പ്ലേസസ് അനുസരിച്ച് നിങ്ങൾ എഴുതുക. ഇതേത് പ്ലേസാണ്? ഇത് ടെൻസിൻ്റെ പ്ലേസ്, ഇത് വൺസിൻ്റെ പ്ലേസ്, ഇത് ടെൻസിൻ്റെ പ്ലേസ്, ഇത് ഹൺഡ്രഡ്സിൻ്റെ പ്ലേസ്, ഇതേതാണ്? ഇത് തൗസൻഡ്സിൻ്റെ പ്ലേസ് അല്ലേ? ഇങ്ങനെ പ്ലേസുകൾ നിങ്ങൾ നോക്കി എഴുതുക കേട്ടോ. അടുത്തത് 1.101, അടുത്തത് 11.10, അടുത്തത് 1.01. അപ്പോൾ ഇവിടെ നമ്മൾ ഡിസെൻഡിങ് ഓർഡറിൽ എഴുതാനാണ് പറഞ്ഞത്. ഡിസെൻഡിങ് ഓർഡർ എന്ന് വെച്ചാൽ ബിഗ് ടു സ്മോൾ. ആദ്യം ബിഗ് നമ്പർ എഴുതണം, അത് കഴിഞ്ഞ് വേണം സ്മോൾ നമ്പർ എഴുതാൻ. അപ്പോൾ ബിഗ് നമ്പർ എന്ന് പറയുമ്പം ടെൻസിൻ്റെ പ്ലേസ് വരുന്നതായിരിക്കും ബിഗ് നമ്പർ. അപ്പോൾ ഇവിടെ ടെൻസിൻ്റെ പ്ലേസ് വരുന്നത് 2 എണ്ണം ഉണ്ടല്ലേ, 11.01ഉം 11.10ഉം. അപ്പോൾ ടെൻസിൻ്റെ പ്ലേസ് ഒരേപോലെയാണ്. അപ്പോൾ നമ്മൾ എന്ത് ചെയ്യും? ഈ 2 എണ്ണത്തിൽ വൺസിൻ്റെ പ്ലേസും നോക്കും. വൺസിൻ്റെ പ്ലേസ് ഇവിടെ ഒരേപോലെയാണ്. അതുകൊണ്ട് നമ്മൾ എന്ത് ചെയ്യും? ടെൻസിൻ്റെ പ്ലേസിലേക്ക് പോകും. ടെൻസിൻ്റെ പ്ലേസിൽ വരുമ്പം ഇതാ ഇവിടെ 0യും ഇവിടെ 1ഉമാണ്. ഓക്കെ. നമ്മൾ വലിയ 2 നമ്പേഴ്സാണ് നോക്കുന്നത്. ഇതിലേതാണ് വലുതെന്നാണ് നമുക്കറിയേണ്ടത്. അപ്പോൾ ഇതിലേതാണ് വലുത്? 1 ആണ് ഇവിടെ വന്നിട്ടുള്ള ടെൻസിൻ്റെ പ്ലേസിൽ, ഇവിടെ 0യും. അപ്പോൾ 1 വരുന്നതാണ് വലിയ നമ്പർ. അപ്പം ഏറ്റവും വലിയ നമ്പർ എന്ന് പറയുന്നത് ഏതാ? 11.10. അടുത്തത് എന്തായിരിക്കും? അടുത്ത വലിയ നമ്പർ 11.01, ഗ്രേറ്റർ ദാൻ. ഇനി നമുക്ക് അടുത്തതാണ് നോക്കേണ്ടത്. അടുത്തതിൽ നോക്കിയേ, അടുത്തതിൽ ഇനി വൺസിൻ്റെ പ്ലേസിലുള്ളതാണ് നമ്മൾ നോക്കുന്നത്. ഇനി അടുത്ത 3 നമ്പർ, ഇത് 2 എണ്ണം നമ്മൾ എഴുതി, ഇത് രണ്ടും ഇനി ചെക്ക് ചെയ്യേണ്ട. അടുത്ത നോക്കിയാൽ വൺസിൻ്റെ പ്ലേസിൽ 3 എണ്ണത്തിനും എന്ത് തന്നെയാണ്? 1 തന്നെയാണ്. ടെൻസിൻ്റെ പ്ലേസിൽ നോക്കിയേ, ടെൻസിൻ്റെ പ്ലേസിൽ വരുമ്പോൾ ഇതിന് 2നും 0 ആണല്ലേ. അപ്പോൾ ഇത് രണ്ടും ചെറിയ നമ്പറാണ്. അപ്പോൾ അടുത്ത വലിയ നമ്പർ ഈ 1 വരുന്നതാണ്. ഏതാണ്? 1.101, ഗ്രേറ്റർ ദാൻ. അപ്പോൾ നമ്മൾ ഇത് എഴുതി. ഇനി അടുത്ത ഈ 2 നമ്പർ നോക്കിയാൽ മതി. ഈ 2 നമ്പറിനകത്ത് ടെൻസിൻ്റെ പ്ലേസിൽ 2ലും 0 ആണ്, ഹൺഡ്രഡ്സിൻ്റെ പ്ലേസിൽ 2ലും 1 ആണ്. അടുത്ത തൗസൻഡ്സിൻ്റെ പ്ലേസ് എടുക്കുമ്പോൾ ഇവിടെ 1 ഉണ്ട്, ഇവിടെ ഒന്നുമില്ല. ഇവിടെ ഒന്നുമില്ലെന്ന് വെച്ചാൽ അതിൻ്റെ അർത്ഥം ഇവിടെ 0 ആണെന്നുള്ളതാണ്. നമുക്ക് വലിയ നമ്പറാണ് വേണ്ടത്. അതുകൊണ്ട് ഏതെഴുതാം? 1.011, ഗ്രേറ്റർ ദാൻ. അടുത്തത് 1.010. ഇനി അടുത്ത രണ്ടാമത്തെ ബീഡും ഇതേപോലെ തന്നെ നിങ്ങൾ എഴുതുക. അപ്പോൾ നിങ്ങൾക്ക് നോക്കി എഴുതാൻ കുറച്ചുകൂടെ എളുപ്പമായിരിക്കും കേട്ടോ. ഓക്കെ. 2.567. അപ്പോൾ 2 വരുന്നത് വൺസിൻ്റെ പ്ലേസിലാണ്. 2.567. അടുത്തത് 2.675. അടുത്തത് 2.768. അടുത്തത് 2.499. അടുത്തത് 2.698. ഇങ്ങനെ വരും. ഇതിൽ ടെൻസിൻ്റെ പ്ലേസ് ഇല്ല, വൺസിൻ്റെ പ്ലേസ് മുതലേ ഉള്ളൂ. അപ്പോൾ വൺസിൻ്റെ പ്ലേസിലെല്ലാം 2 ആണ്. നമുക്ക് ഡിസെൻഡിങ് ഓർഡറിലായതുകൊണ്ട് ബിഗ് ടു സ്മോൾ ആണ് വേണ്ടത് കേട്ടോ. അപ്പോൾ വൺസിൻ്റെ പ്ലേസിലെല്ലാം 2 ആയതുകൊണ്ട് അടുത്തത് നമ്മൾ ടെൻസിൻ്റെ പ്ലേസിലോട്ട് പോന്നു. ടെൻസിൻ്റെ പ്ലേസിൽ 5, 6, 7, 4, 6. ഇതിൽ ഏറ്റവും വലുത് ഏതാണ്? 7 ആണ്. അപ്പോൾ ഇതിൽ ഏറ്റവും വലിയ നമ്പർ എന്ന് പറയുന്നത് എന്താണ്? 2.768. അപ്പോൾ നിങ്ങൾ എഴുതിയ നമ്പറുകൾ ജസ്റ്റ് ഒന്നെങ്കിൽ ടിക്ക് ചെയ്ത് വെക്കുക, അല്ല കട്ട് ചെയ്യുക. അപ്പോൾ നിങ്ങൾക്ക് ബാക്കിയുള്ളത് നോക്കിയാൽ മതിയായിരിക്കും കേട്ടോ. ഇനി അടുത്തത് വീണ്ടും നമ്മൾ
ടെൻസിൻ്റെ പ്ലേസ് തന്നെ നോക്കുമ്പോൾ 5 6 4 6 6 ആണ് ഇതിൽ ലാർജർ അല്ലേ. അപ്പോൾ 6 വരുന്ന രണ്ടെണ്ണം ഉണ്ട്. അപ്പോൾ ഈ രണ്ടെണ്ണത്തിൽ ഇനി നമ്മൾ എന്ത് ചെയ്യുന്നു, അടുത്ത ഹൺഡ്രഡ്സിൻ്റെ പ്ലേസ് നോക്കുന്നു. ഹൺഡ്രഡ്സിൻ്റെ പ്ലേസ് നോക്കുമ്പം ഇവിടെ 7 ഇവിടെ 9. അപ്പോൾ ഏതായിരിക്കും വലുത്? ഹൺഡ്രഡ്സിൻ്റെ പ്ലേസിൽ 9 വരുന്നതായിരിക്കും വലുത്. അപ്പോൾ അത് നമ്മൾ അടുത്തത് എഴുതുന്നു 2.698. അടുത്തത് ഇവിടെ ടെൻസിൻ്റെ പ്ലേസിൽ 6 വരുന്ന ഒരെണ്ണം കൂടെ ഉണ്ടല്ലേ. അടുത്ത നമ്പർ അതായിരിക്കും 2.675. ഇനി അടുത്ത ഇത് രണ്ടുമാണ്. ഇതിൽ രണ്ടിൽ വീണ്ടും നമ്മൾ ടെൻസിൻ്റെ പ്ലേസ് നോക്കുന്നു. അപ്പോൾ ടെൻസിൻ്റെ പ്ലേസിൽ ഇവിടെ 6 ഒരേപോലെ വന്നതുകൊണ്ടാണ് ഈ രണ്ട് നമ്പർ മാത്രം വെച്ചിട്ട് നമ്മൾ അടുത്ത ഹൺഡ്രഡ്സിൻ്റെ പ്ലേസ് നോക്കി എഴുതിയത് കേട്ടോ. ഇനി ഇവിടെ വീണ്ടും നമ്മൾ ടെൻസ് നോക്കുമ്പോൾ ഇവിടെ 5ഉം ഇവിടെ 4ഉം. അപ്പോൾ 5 വരുന്നതാണ് വലുത്. അപ്പോൾ അടുത്ത നമ്മൾ ഇത് എഴുതുന്നു 2.567 ഗ്രേറ്റർ ദാൻ അടുത്തത് 2.499. അപ്പോൾ ഇങ്ങനെ പ്ലേസുകൾ നോക്കിയിട്ട് നിങ്ങൾ എഴുതുക. അപ്പോൾ നിങ്ങൾക്ക് കുറച്ചുകൂടെ ഈസി ആയിരിക്കും കേട്ടോ. ഇനി അടുത്തത് 4.678, അടുത്തത് 4.595, അടുത്തത് 4.600, 656, അടുത്തത് 4.666 ഇങ്ങനെ വന്നു. ഇപ്പം ഇതെഴുതുമ്പോൾ എങ്ങനെ വരും? ഇത് വൺസിൻ്റെ പ്ലേസിലെല്ലാം 4 ആണ് അല്ലേ. അപ്പോൾ നമ്മളിനി എങ്ങോട്ട് പോകും? ടെൻസിൻ്റെ പ്ലേസിലോട്ട് പോകും. ടെൻസിൻ്റെ പ്ലേസിൽ വരുമ്പം 4 എണ്ണത്തിൽ ടെൻസിൻ്റെ പ്ലേസിൽ 6 ആണ് വരുന്നത്. അപ്പോൾ നമ്മൾ എന്ത് ചെയ്യും? അടുത്തത് ഹൺഡ്രഡ്സിൻ്റെ പ്ലേസിലോട്ട് പോകും. ഹൺഡ്രഡ്സിൻ്റെ പ്ലേസിൽ പോകുമ്പം അപ്പോൾ ടെൻസിൻ്റെ പ്ലേസിൽ 6 വന്ന നമ്പേഴ്സാണ് നമ്മളിനി എടുക്കുന്നത് കേട്ടോ. ടെൻസിൻ്റെ പ്ലേസിൽ 6 വന്ന ഈ 4 നമ്പേഴ്സ് മാത്രമാണ് നമ്മൾ ഹൺഡ്രഡ്സിൻ്റെ പ്ലേസ് നോക്കുന്നത്. അപ്പോൾ 7 0 5 6 അതിലേതാണ് വലുത്? 7 ആണ് വലുത്. അപ്പോൾ ഏറ്റവും വലിയ നമ്പർ ഏതാണ്? 4. മൂന്നാമത്താണ് 4.678 ആണ് വലിയ നമ്പർ. ഗ്രാമെന്ന് തന്നിട്ടുണ്ട്, അതും കൂടെ എഴുതുക കേട്ടോ. ഗ്രേറ്റർ ദാൻ. അപ്പോൾ ഇത് നമ്മൾ കട്ട് ചെയ്തു. ഇനി അടുത്തത് അപ്പോൾ എന്താണ്? ഇനിയും ടെൻസിൻ്റെ പ്ലേസിൽ 6 ഉള്ള 3 നമ്പേഴ്സ് ഉണ്ട്. അപ്പോൾ അതിൽ ഹൺഡ്രഡ്സിൻ്റെ പ്ലേസിൽ അടുത്ത വലുതെന്ന് പറയുന്നത് ഈ 6 ആണ്. ഹൺഡ്രഡ്സിൻ്റെ പ്ലേസിൽ 6 വരുന്നതാണ്. അപ്പോൾ എന്ത് വരും? 4.666 ഗ്രാം ഗ്രേറ്റർ ദാൻ. അടുത്ത ഹൺഡ്രഡ്സിൻ്റെ പ്ലേസിൽ 5 വരുന്നതാണ് അടുത്ത വലുത്. അപ്പോൾ 4.656 ഗ്രേറ്റർ ദാൻ. അടുത്ത എന്ത് വരും? 4.600 ഗ്രാം ഗ്രേറ്റർ ദാൻ. അടുത്തത് 4.595 ഗ്രാം. ഓക്കെ, ഇങ്ങനെ നിങ്ങൾ പ്ലേസുകൾ നോക്കി എഴുതുക കേട്ടോ. അടുത്തത് 33.13, 33.31, 33.133, 33.331, 33.313 ഇങ്ങനെ വരും. അപ്പോൾ ഇവിടെ നോക്കിയേ, ടെൻസിൻ്റെ പ്ലേസും വൺസിൻ്റെ പ്ലേസും മൊത്തം 3 ആണ്. അപ്പോൾ നമ്മൾ എവിടെ തൊട്ട് നോക്കണം? അടുത്ത ടെൻസിൻ്റെ പ്ലേസ് നോക്കുന്നു. ടെൻസിൻ്റെ പ്ലേസ് നോക്കുമ്പോൾ അതാ ഇവിടെ 1 3 1 3 3 ഇങ്ങനെയുണ്ടല്ലേ. അപ്പോൾ ഇതിൽ വരുന്നത് 3 വരുന്നതാണ്. അപ്പോൾ 3 വരുന്ന 3 നമ്പേഴ്സ് മാത്രം നമ്മൾ ആദ്യം ചെക്ക് ചെയ്യുന്നു. ഈ 3 എണ്ണമാണ് വലുത്. ഇതിലേതാണ് വലുതെന്ന് ഇനി നമ്മൾ കണ്ടുപിടിക്കണം. അതിനുവേണ്ടി നമ്മളിനി അടുത്ത് ഹൺഡ്രഡ്സിൻ്റെ പ്ലേസ് ചെക്ക് ചെയ്യുന്നു. ഹൺഡ്രഡ്സിൻ്റെ പ്ലേസ് ചെക്ക് ചെയ്യുമ്പോൾ ഇവിടെ 1 ആണ്. ഈ 3 എണ്ണം മാത്രമാണ് ഇനി നമ്മൾ ചെക്ക് ചെയ്യുന്നത് കേട്ടോ. അപ്പോൾ ഹൺഡ്രഡ്സിൻ്റെ പ്ലേസിൽ ഇവിടെ 1, ഇവിടെ 3, ഇവിടെ 1. അപ്പോൾ ഏതായിരിക്കും വലുത്? 3 വരുന്നതായിരിക്കും വലുത്. അപ്പോൾ അടുത്തതിലെ ഏറ്റവും വലുതെന്ന് പറയുന്നത് 33.331 മീറ്റർ ഗ്രേറ്റർ ദാൻ. അപ്പോൾ ഇത് നമ്മൾ എഴുതി കഴിഞ്ഞു. ഇനി അടുത്തത്
ടെൻസിൻ്റെ പ്ലേസിൽ 3 വരുന്ന അടുത്ത ഈ 2 എണ്ണം ഉണ്ട്. അതിൽ തന്നെ ഹൺഡ്രഡ്സിൻ്റെ പ്ലേസ് സെയിം ആണ്, 1 ആണ്. അപ്പം നമ്മൾ എന്ത് ചെയ്യും? തൗസൻഡ്സിൻ്റെ പ്ലേസ് നോക്കും. ഇനി ഇതിനകത്ത് നമുക്ക് തൗസൻഡ്സിൻ്റെ പ്ലേസും കൂടെ ഉണ്ട് കേട്ടോ. അപ്പോൾ തൗസൻഡ്സിൻ്റെ പ്ലേസിൽ ഇവിടെ നമ്പർ തന്നിട്ടില്ലാത്തതുകൊണ്ട് നമുക്ക് 0 ആണ് എന്ന് പറയാം. ഇവിടെ 3 ഏതാണ് ഗ്രേറ്റർ? 3 വരുന്നതാണ് ഗ്രേറ്റർ. അപ്പോൾ 33.313 മീറ്റർ ഗ്രേറ്റർ ദാൻ. ഇനി അടുത്തത് ഏതായിരിക്കും? അടുത്ത ഗ്രേറ്റർ ഇതാണ്, 33.310 മീറ്റർ ഗ്രേറ്റർ ദാൻ. ഇനി ഇത് 2 എണ്ണമാണുള്ളത് അല്ലേ? ഇതിൽ 2ൽ 33.13, ഇത് 33.133. ഇവിടെ തൗസൻഡ്സിൻ്റെ പ്ലേസ് കൂടെ ഉണ്ട്. ഇവിടെ തൗസൻഡ്സിൻ്റെ പ്ലേസിൽ 0 ആണ്, അതുകൊണ്ട് ഈ നമ്പറാണ് ഗ്രേറ്റർ. 33.133 ഈസ് ഗ്രേറ്റർ. അടുത്തത് 33.13 മീറ്റർ. ഇങ്ങനെ പ്ലേസ് വാല്യൂസ് ചെക്ക് ചെയ്തിട്ട് നിങ്ങൾ എഴുതുക. അതായിരിക്കും നിങ്ങൾക്ക് എഴുതാൻ കുറച്ചുകൂടെ ഈസി ആയിട്ട് വരുന്നത് കേട്ടോ. ഒരേപോലത്തെ പ്ലേസുകളുള്ളതാണെങ്കിൽ നിങ്ങൾ അടുത്ത പ്ലേസ് ചെക്ക് ചെയ്യുക. ഓക്കെ, അപ്പോൾ ഇനി അടുത്ത ക്വസ്റ്റ്യനുമായി നമുക്ക് നെക്സ്റ്റ് വീഡിയോയിൽ കാണാം.